കേരള സർവകലാശാല പരീക്ഷാ നടത്തിപ്പിനെതിരെ വിദ്യാർത്ഥികൾ ക്ലാസുകൾ തുടങ്ങും മുൻപേ MBA 4ാം സെമസ്റ്റർ പരീക്ഷ നടത്താൻ തീരുമാനിച്ചെന്നാണ് പരാതി. എന്നാൽ അക്കാദമിക് കലണ്ടർ അനുസരിച്ചാണ് പരീക്ഷാ നടത്തിപ്പെന്നാണ് സർവകലാശാലയുടെ വിശദീകരണം. തിരുവനന്തപുരം ICM കോളേജിലെ 3ാം സെമസ്റ്റർ MBA വിദ്യാർത്ഥികളാണ് പരാതിയുമായി രംഗത്തെത്തിയത്. മെയ് മാസം ആരംഭിച്ച 3ാം സെമസ്റ്റർ പരീക്ഷ പൂർത്തിയാകും മുൻപ് പുതിയ പരീക്ഷയ്ക്കുള്ള ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചു. 4ാം സെമസ്റ്ററിലെ ക്ലാസുകൾ ഒന്നും നൽകാതെയാണ് പരീക്ഷാ ടൈം ടേബിൾ പുറപ്പെടുവിപ്പിച്ചതെന്ന് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു. 21-ാം തീയതിയാണ് അവർ പറയുന്നത് 4 സെമസ്റ്റർ എക്സാം സ്റ്റാർട്ട് ആവുമെന്ന് പറയുന്നത്. കൃത്യമായ ഒരു 6-7 ദിവസം ഒരു ഗ്യാപ്പുള്ളൂ. നമ്മൾ 3rd സെമസ്റ്റർ എക്സാം കഴിഞ്ഞ് 4th സെമസ്റ്റർ ക്ലാസ് കഴിഞ്ഞിട്ടാണ് നമുക്ക് എക്സാം നടത്തേണ്ടത്. നമുക്ക് ഇതുവരെ ക്ലാസ്സും തുടങ്ങിയിട്ടില്ല. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒന്നും നമ്മുടെ കോളേജിലോട്ട് കമ്മ്യൂണിക്കേറ്റും ചെയ്തിട്ടില്ല. 21-ന് 4ാം സെമസ്റ്റർ പരീക്ഷ ആരംഭിക്കുമെന്നാണ് നിലവിലെ അറിയിപ്പ്. എന്നാൽ 3ാം സെമസ്റ്റർ പരീക്ഷ അവസാനിക്കുന്നതോ ജൂലൈ 28-നും. ഓൺലൈൻ രജിസ്ട്രേഷനുള്ള വിവരങ്ങൾ സർവകലാശാല പ്രസിദ്ധീകരിച്ചതോടെ വിദ്യാർത്ഥികൾ പ്രതിസന്ധിയിലാണ്. പ്രോബ്ലം പേപ്പേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ 7 ദിവസം എന്ന് പറയുന്നത് ആ ദിവസം കൊണ്ട് എല്ലാ സബ്ജക്ട്സും പ്രോബ്ലം അടിച്ചെടുക്കാൻ പറ്റണമെന്നില്ല. തിയറി ആണെങ്കിൽ നമുക്ക് ഓക്കെ, ചിലപ്പോൾ വായിച്ച് വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും മനസ്സിലാവും. പക്ഷേ പ്രോബ്ലം പേപ്പേഴ്സ് അങ്ങനെയല്ലല്ലോ. അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു ക്ലാസ് കിട്ടണം. അപ്പോൾ അതിനുള്ള സമയം ഇവർ തരണമെന്നാണ് നമ്മൾ പറയുന്നത്. അക്കാദമിക് കലണ്ടർ അനുസരിച്ചാണ് പരീക്ഷാ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചത്. എല്ലാ കോളേജുകളിലും 4ാം സെമസ്റ്ററിലെ ക്ലാസുകൾ നൽകിക്കഴിഞ്ഞു. 3ാം സെമസ്റ്റർ പരീക്ഷ നടത്തിപ്പിലുണ്ടായ കാലതാമസമാണ് വിവാദത്തിന് കാരണമെന്നുമാണ് സംഭവത്തിൽ സർവകലാശാലയുടെ വിശദീകരണം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.